മുഹറം 10 ആശൂറാവ് എന്ന് നമ്മൾ ചെറുപ്പം മുതലേ പറഞ്ഞു വരുന്ന മഹത്തായ ദിവസം, വിശുദ്ധമായ മുഹറം മാസത്തിലെ 10-ാം ദിവസം. ആശൂറായിനെ സംബന്ധിച്ച് മുത്തുനബി ഒരുപാട് കാര്യങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള ഹദീസിൻ്റെ ഗ്രന്ഥത്തിലൂടെ നമുക്കതറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആശൂറായിൻ്റെ നോമ്പ് അനുഷ്ഠിക്കണം. എന്താ അതിൻ്റെ പ്രതിഫലം? ഇന്നി അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ അസ്സനത്തല്ലതി ഖബ്ലഹു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിയാമു യൗമി അശൂറ ഇന്നി അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ അസ്സനത്തല്ലതി ഖബ്ലഹു. ആശൂറ ദിവസത്തിലെ നോമ്പ് അത് അല്ലാഹുവിൻ്റെ പ്രീതി അനുസരിച്ച്, പ്രീതിക്ക് വേണ്ടി നോമ്പ് അനുഷ്ഠിച്ചാൽ അവൻ്റെ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. മനുഷ്യന്മാരായ നമ്മൾ ഒരിക്കലും അമ്പിയാക്കളെ പോലെയല്ല. മനുഷ്യ സഹജമായി ഒരുപാട് തെറ്റുകൾ നമുക്ക് വരും. ആ തെറ്റിൽ നിന്നെല്ലാം മോക്ഷം കിട്ടാൻ, നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ കഴുകി കളയാൻ ഈ മുഹറം 10 അഥവാ ആശൂറാ നോമ്പ് നമുക്ക് ഉപകരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രി കിടന്നിറങ്ങുമ്പോൾ നിയ്യത്ത് ചെയ്ത് നാളെ ആ നോമ്പ് അനുഷ്ഠിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. റബ്ബ് തൗഫീഖ് നൽകട്ടെ. ഇനി മറ്റൊരു ഹദീസിലേക്ക് ഞാൻ പോവുകയാണ്. ഹദ്ദസനാ മുഹമ്മദ് ബിൻ റുമൈ അംബഅന ലൈസ് ബിൻ സഅദ് അൻ നാഫിഇൻ അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ അന്നഹു ദുക്കിറ ഇൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ആശൂറ. നബി തങ്ങൾ എടുത്തിട്ട് വന്ന് പറഞ്ഞു, ഇന്നത്തെ ദിവസം അത് ആശൂറായിന്റെ ദിവസമാണ്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന യൗമൻ യസൂമുഹു അഹ്ലുൽ ജാഹിലിയ്യ. ജാഹിലിയ്യ കാലത്തുള്ള ആളുകൾ അത് നോമ്പ് നോറ്റിരുന്നു. അതുകൊണ്ട് ഫമൻ അഹബ്ബ മിൻകും യസൂമു വലയസൂം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ നോമ്പ് നോക്കുക, അതിന് വലിയ പുണ്യമുണ്ട് എന്ന് കൂടി നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസിലൂടെ പറയാം. മഹാനായ അബീ ദിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അൻ-സുഹരി അൻ ഉർവത അൻ ആയിഷ. ആയിഷ ബി പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു അശൂറ. നബി തങ്ങൾ ആശൂറായിന്റെ അന്ന് നോമ്പ് നോക്കുക പതിവായിരുന്നു. വയഅമുറു ബിസിയാമിഹി. നോമ്പ് നോറ്റത് മാത്രമല്ല, നോമ്പ് നോൽക്കാൻ മറ്റുള്ള സ്വഹാബത്തിനോട് കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. യസൂമ ആശൂറ, നബി തങ്ങൾ നോമ്പ് നോറ്റിരുന്നു. വയഅമുറു ബിസിയാമിഹി, ആ നോമ്പ് നോൽക്കാൻ വേണ്ടി അവരോട് കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇതെങ്ങനെയാണ് മുഹറം 10 നോമ്പുണ്ടായത്? നബി തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ യഹൂദികൾ മുഴുവൻ നോമ്പാണ്. ഫഖാല മഹാദ, എന്താ അത്? അവർ പറഞ്ഞു, ഖാലു ഹാദാ യൗമിൻ അൻജല്ലാഹു ഫീഹി മൂസ. മൂസാ നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്തിയ ദിവസമാണ് ഇന്ന്. വഅറഖ ബിഹി ഫിർഔൻ, ഫിർഔനെ മുക്കിക്കളഞ്ഞ ദിവസമാണ്. ഫസ്വാമു മൂസ ശുക്ർ, അത് നന്ദിയായിട്ട് ഞങ്ങൾ മൂസാ നബിയെ ബന്ധമുള്ള ആളാണ്, അപ്പോൾ നന്ദിയായിട്ട് പടച്ചവനോട് നന്ദി സമർപ്പണം, ഒരു നോമ്പ് നിൽക്കാണ്. വയഉമറു തങ്ങൾ പറഞ്ഞു, നഹനു അഹ്ഖു ബി മൂസാ മിൻകും, ഞങ്ങളാണ് മൂസാ നബിയോട് ഏറ്റവും കൂടുതൽ അടുത്തവർ. ഫസ്വാമു, അങ്ങനെ നോമ്പ് നോറ്റു. അമറ ബിസിയാമി, നോമ്പ് നോക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ശേഷം കൂടി നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അടുത്ത വർഷം മുഹറത്തിൽ ഞാൻ ഉണ്ടെങ്കിൽ മുഹറം 9 നോമ്പ് നിൽക്കുമെന്ന്. അതുകൊണ്ട് മുഹറം 10 നിസ്സാര ദിവസമല്ല, നന്നായി മുതലാക്കണം, നന്നായി ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കണം. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിലി ലഅസൂമന്ന യൗമ താസി. നബി തങ്ങൾ നേരത്തെ പറഞ്ഞ ഹദീസാണത്. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് മുഹറം 10 ഞാൻ നോമ്പ് അനുഷ്ഠിക്കും, അത് നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞത്, ഇന്നീ കാബിലുൻ, ഇനി ലൈൻ ബഖീതു ഇന്നീ കാബിലുൻ ലഅസൂമന്ന യൗമ താസി, ഞാൻ ഈ ബാക്കിയാവുമായിരുന്നെങ്കിൽ, അഥവാ നബി തങ്ങൾ മുഹറം 9 അടുത്ത വർഷം ഉണ്ടാവുമായിരുന്നുവെങ്കിൽ മുഹറം 9 നബി തങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു. ഇങ്ങനെ വളരെ പ്രധാനമായ ദിവസങ്ങളിലെ നോമ്പ്, ദിവസത്തിൻ്റെ നോമ്പാണ് ആശൂറായിൻ്റെ നോമ്പ്. അതുകൊണ്ട് നമ്മളത് നോമ്പ് നോൽക്കാൻ മുന്നോട്ട് വരണം. റബ്ബ് തൗഫീഖ് നൽകട്ടെ. റബ്ബ് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.